Welcome back YouTube. ഇന്ന് നമ്മൾ എടുത്തുള്ളത് നമ്മുടെ സുസുക്കിന്റെ ഒരു പ്രീമിയം വണ്ടിയാണ്. ഒരു ബിഗ് ബൈക്കാണ്. സുസുക്കിയുടെ V-Strom 650 എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ് നമ്മൾ എടുത്തുള്ളത്. ഒരു അഡ്വഞ്ചർ സ്പോർട്സ് അഡ്വഞ്ചർ ടൂറാണ്. നമ്മൾ 250 V-Strom 250 ആണ് നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും സ്പെക്കിലേക്ക് കിടക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഇതിൻ്റെ അകത്ത്. സോ ഇനി വണ്ടി വരുന്നത് 645cc V-Twin ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. V-Twin എന്ന് പറയുമ്പോൾ എഞ്ചിൻ ഉണ്ടല്ലേ വി പോലെ ഇരിക്കും. ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്വീറ്റ് ഗ്രണ്ട് സൗണ്ടാണ്. അടിപൊളി. ഞാൻ കേൾപ്പിച്ചു തരാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്. ഞാൻ ഈ സ്പെക്കിൻ്റെ പരിപാടിക്ക് ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. സോ ട്രാൻസ്മിഷൻ വരുന്നത് 6 സ്പീഡാണ്. 69.7 bhp പവറും അത് 8800 RPM കിട്ടുന്നത്. പിന്നെ 62 Nm ടോർക്ക് 6300 RPM കിട്ടുന്നുണ്ട്. നല്ലപോലെ പുള്ള് ചെയ്ത് കൊണ്ടുപോകും. നല്ല പവറുണ്ട്. വണ്ടിയുടെ ടോപ്പ് സ്പീഡ് വരുന്നത് 190 ആണ്. ഒരു 20 ലിറ്റേഴ്സ് ഫ്യൂൽ ടാങ്ക് ആണ്. അതിൻ്റെ അകത്ത് 3 ലിറ്റർ റിസർവും വരുന്നുണ്ട്. മൈലേജ് എന്നൊക്കെ പറയുന്നത് എന്താ പറയുക 21 പറയുന്നത്. എനിക്ക് ലൈക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലാസ്സിൽ നോക്കിയപ്പോൾ 19 എന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ക്ലോസ് ആണ് പറയുന്നത്. 1-2 കിലോമീറ്റർ കുറയും കൂടും, ഡിപ്പെൻസ് നമ്മൾ ഓടിക്കുന്ന രീതിയിലായിരിക്കും. പിന്നെ സീറ്റായിട്ട് വരുന്നത് 835 mm. ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ ഇരിക്കാൻ. ബാക്കിലായാലും നല്ല സ്പേസ് ഉണ്ട്. ഗ്രാബ് റെയിലിൻ്റെ കാര്യം പറയണ്ട, നല്ല വൈഡാണ്. പിടിച്ചിരിക്കണമെങ്കിൽ പിടിച്ചിരിക്കാം. കെട്ടാൻ ഒരുപാട് എന്താ പറയുക അങ്ങനെ കിടക്കാണ്, ഏക്കർ കണക്കിന് സ്ഥലം. 10 കിലോ ആണ് മാക്സിമം ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക ക്യാരി ചെയ്യാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ ക്യാരി ചെയ്താൽ വണ്ടിക്ക് ഒരു കൺട്രോൾ കിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ വളരെ സ്മൂത്താണ് കേട്ടോ. ഫ്രണ്ടും ബാക്കും നല്ല ഡീസൻറ്റ് ട്രാവലുണ്ട്. കുഴിയിലൂടെയൊക്കെ ഒന്ന് ചാടിച്ചെടുത്ത് പോകുമ്പോൾ ഒരു പ്രശ്നമില്ല. ഓഫ് റോഡൊക്കെ പുട്ട് പോലെ പോകും, ഒരു രക്ഷയില്ല. അയ്യോ പുട്ട് പോലെ സ്ഥലമുണ്ടായല്ലോ, കാര്യം ഞാൻ കോപ്പി അടിച്ചെന്ന് പറയരുത് കേട്ടോ, അതങ്ങ് വായിൽ വരുന്നതാണ്. ഓക്കെ എനിവേ നോ മൈൻഡ്. സോ സസ്പെൻഷൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ബാക്കായാലും ഫ്രണ്ടായാലും പോളി സസ്പെൻഷനാണ്. പൈലിൽ കൂടെ ഒക്കെ ഒന്ന് എടുത്ത് വരുമ്പം. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലേക്ക് നമ്മൾ പിടിക്കുമ്പം ഈ ഭാഗത്ത് എന്താ പറയുക ഹാൻഡിൽ നമുക്കൊരു വെയിറ്റ് പോലെ ഫീൽ ചെയ്യും. പക്ഷെ അതൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അതും വലിയൊരു വിഷയമില്ലാതാവും. സോ ഇനി ബ്രേക്കിലേക്ക് കിടക്കാം. വണ്ടി ഡുവൽ ABS ആണ് വരുന്നത്. ഫ്രണ്ടിൽ വരുന്നത് 310 ബാക്കിൽ വരുന്നത് 260 mm ഡിസ്ക് സൈസാണ്. ഫ്രണ്ടിൽ ആക്ച്വലി ഡുവൽ ഡിസ്ക്കാണ് വരുന്നത്. ഈ ഒരു വലിയ മോൺസ്റ്ററിനെ പിടിച്ച് നിർത്താനുള്ളൊരു ശേഷി വേണ്ടേ, അപ്പോൾ അതിന് ആവശ്യമുള്ളൊരു ബ്രേക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നൈസാണ്. വണ്ടി ടോട്ടൽ വെയിറ്റ് വരുന്നത് 216 കിലോ ആണ് കേട്ടോ. വണ്ടി ആക്ച്വലി അത്യാവശ്യം വെയിറ്റാണ്. ബാക്കോട്ട് എടുക്കുമ്പോൾ ആ വെയിറ്റ് നമുക്ക് ഫീൽ ആവും. എന്താ പറയുക, ഒന്ന് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു തീരുമാനമായിരിക്കും. കാരണം ഒരു ഇച്ചിരി എഫേർട്ട് ഉണ്ട് വണ്ടി എടുക്കാൻ. വണ്ടിയൊക്കെ ഒന്ന് ചരിഞ്ഞ് കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ അവിടെ ഇട്ടേച്ച് വേറെ ആരെങ്കിലും വിളിക്കേണ്ടി വരും വണ്ടി പൊക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിറ്റാണ്. പക്ഷേ ആ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല എന്താ പറയുക സ്റ്റെബിലിറ്റി ഉണ്ട്. ലൈക്ക് വണ്ടി പ്രോപ്പറായിട്ട് ഒന്ന് ആടിപ്പോവുക അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അതുവരെ. സോ നമ്മളെ ലൈറ്റ്സിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഫ്രണ്ടിൽ രണ്ടും ഹാലോജനാണ്. നമ്മൾ ചെറിയൊരു പാർക്ക് ലൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്, ലൈക്ക് DRL പോലെ കൊടുത്തിട്ടുണ്ട്. ഇതും ഹാലോജനാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഈ ടെയിൽ ലൈറ്റ് എന്താ പറയുക LED ആണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര രസമാണ് കാണാൻ. എക്സോസ്റ്റൊക്കെ എന്താ പറയുക നല്ലൊരു മാസീവ് എക്സോസ്റ്റാണ്. ബാക്കത്തെ റെയർ ലുക്ക് തന്നെ നോക്കി ഒരു എന്താണ് ആ ഒരു ലുക്ക്. ഇരിക്കുമ്പം ആക്ച്വലി നമ്മൾ ഈ ഹിമാലയനിലൊക്കെ പറയുന്ന പോലെ വണ്ടീൻ്റെ അകത്ത് ഉള്ളിലിരിക്കുന്ന ഒരു ഫീലാണ്. നല്ലൊരു എന്താ പറയുക വീട്ടിൻ്റെ അകത്തിരുന്ന് ഒരു ചായക്ക് കുടിച്ച് പോകുന്ന ഒരു ഫീലാണ് ഈ വണ്ടീൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ. നൈസാണ്. പ്ലാസ്റ്റിക് ക്വാളിറ്റി എല്ലാം ഓക്കെയാണ്. ഇവിടെ കണ്ടോ ഇച്ചിരി ഫെയ്ഡായി വരുന്നുണ്ട്. ഈ ഫൈബേഴ്സൊക്കെ ഒരു ഇച്ചിരി ഫെയ്ഡ് ആവുമെന്നാണ് തോന്നുന്നത്. അത് പ്രോപ്പറായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. വേറെ സീനൊന്നുമില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇതൊരു രക്ഷയില്ല. അത് ഒരുപാട് ടെസ്റ്റ് റൈഡിന് പോയിട്ട് എവിടേക്കോ തട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഡീസൻറ്റ് എന്താ പറയുക ഹാൻഡിൽ ഗാർഡാണ് വരുന്നത്. പിന്നെ വണ്ടി വരുന്നത് 2 കളേഴ്സിലാണ്. ഒന്ന് യെല്ലോവും പിന്നെ ഒന്ന് ഈ വൈറ്റും. യെല്ലോ നമ്മളെ 250 V-Strom കണ്ട പോലത്തെ യെല്ലോവും പിന്നെ ഈ വൈറ്റും ആണ് ഇതിൽ വരുന്നത്. 2 കളർ. സോ നമുക്കിനി ടയർ സൈസിലേക്ക് കിടക്കാം. ഫ്രണ്ടിൽ വരുന്നത് 19 ഇഞ്ചും ബാക്കിൽ വരുന്നത് 17 ഇഞ്ചുമാണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടത്തത് 110/80 പിന്നെ ബാക്കിൽ 150/70 ആണ് വരുന്നത്. പിന്നെ ഒരു ടൂർ വെഹിക്കിൾ ആയതുകൊണ്ട് ഇതിൽ നമുക്ക് മറ്റേ ഓഫ് റോഡ് ഗ്രിപ്സ് ഒന്നല്ല കൊടുത്തത്, നോർമൽ പാഡ്സൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ പൊന്നത് എനിക്ക് ഈ വണ്ടി നോക്കി കൊതി തീരുന്നില്ല സുഹൃത്തുക്കളെ. അപ്പോൾ എനിവേ വണ്ടിയുടെ മേലെ കയറി നിന്ന് സംസാരിക്കാം. എൻ്റെ പൊന്നെ ഉണ്ട്, ഒരു ഇച്ചിരി എഫേർട്ട് ഉണ്ട് പൊക്കുമ്പം. സോ ഇതാണ് നമ്മുടെ റൈഡേഴ്സ് വ്യൂ പോയിൻ്റ്. എന്ത് മനോഹരമാണ് നോക്കിയേ. മിറേഴ്സൊക്കെ ഒരു കാറിൻ്റെ മിറേഴ്സാണ്, അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല വ്യൂ ആണ്. നമുക്ക് എന്താ പറയുക നല്ലൊരു സേഫ്റ്റി ഫീലാണ് വണ്ടിയിലിരിക്കുമ്പോൾ. പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതെ അഡ്ജസ്റ്റബിൾ ആണ്. ഇത് ഈ സ്ക്രൂ ഊരിയിട്ട് നമുക്ക് താഴോട്ടാക്കാം, അങ്ങനെ ചെയ്യാം, മനസ്സിലായില്ലേ. പിന്നെ ഇവിടെ ഒരു പവർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് എടുക്കുകയാണെങ്കിൽ ടാക്കോമീറ്റർ കാണിക്കുന്നുണ്ട്, ABS ട്രാക്ഷൻ കൺട്രോൾ, സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്, ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്,
പിന്നെ ഫ്യൂവൽ കാണിക്കുന്നുണ്ട്, പിന്നെ ടൈം കാണിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ. ഈ മോഡ്സ് ഇപ്പോൾ വർക്കിംഗ് അല്ല, എന്താണെന്ന് എനിക്കറിയില്ല. എനിവേ, സോ അതൊക്കെയാണ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലുള്ളത്. പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാസിലുള്ളത് നമ്മുടെ കിൽ സ്വിച്ച് ഉണ്ട്, ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്, ഇഗ്നിഷൻ, പിന്നെ പാസ് ഇവിടെ തന്നെയാണ്, ഹൈ ബീമും വരുന്നത്. പിന്നെ നമ്മളെ സെറ്റ് ബട്ടൺ, മോഡ് മാറ്റാനുള്ളത്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ. കുറച്ച് ഓൾഡ് ടെസ്റ്റ് റൈഡ് വണ്ടിയാണ്, അത്ര ഓൾഡല്ല, എന്നാലും കുറച്ച് നല്ലപോലെ യൂസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്, ഒരുപാട് ഓടിയ വണ്ടിയാണ്. ലൈക്ക് ഒന്നാമതൊരു എന്താ പറയുക, നമ്മൾ ടെസ്റ്റ് റൈഡ് വണ്ടിയില്ല, അപ്പോൾ ആൾക്കാർ ആ ഒരു ലെവലിലാണ് വണ്ടി യൂസ് ചെയ്യുന്നത്. സോ നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഒരു കാര്യം വിട്ടുപോയി, എക്സോസ്റ്റ് സൗണ്ട്, അതാണ് കാത്തിരിക്കുന്നത്. ഓ ഏതാല്ലേ. അപ്പോൾ നമ്മൾ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. വണ്ടിയുടെ സിറ്റിങ്ങൊക്കെ എന്താ പറയുക, നിങ്ങൾ വീട് വിട്ടിട്ട് ഈ വണ്ടി വാങ്ങി വണ്ടിയിലങ്ങ് ഇരുന്നാൽ മതി. ആദ്യം ഞാൻ ഈ വണ്ടിയിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഹീറ്റ്. V12 എഞ്ചിനാണ്, 650 cc ആണ്, ലിക്വിഡ് കൂൾഡാണ്. വണ്ടിക്ക് ഹീറ്റ് ഉണ്ട്, നല്ലപോലെ ഹീറ്റ് ഉണ്ട്. സിറ്റിയിലൊക്കെ ഓടിച്ചാൽ മരിച്ചു പോകും. അപ്പോൾ എന്താ പറയുക, നമുക്ക് വണ്ടി നിർത്തിയിട്ട് പെട്ടെന്നൊരു ചോരും കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എഞ്ചിൻ്റെ മേലെ തന്നെ വെച്ച് അങ്ങ് ഉണ്ടാക്കാവുന്നതാണ്. വണ്ടി മെയിൻലി പേർപ്പസ് എന്ന് പറയുന്നത് ടൂറിംഗ് ആണ്. ലോങ് റൈഡ്സൊക്കെ പൊള്ളിയായിട്ട് പോവാം, ഒരു രക്ഷയില്ല, മനസ്സറിഞ്ഞ് പോവാം. നമുക്ക് 4th ഗിയറിലൊരു നോക്കട്ടെ എത്രയില്ല സ്റ്റോക്കിങ് വരുന്നത് നോക്കട്ടെ. ഫോർത്ത് ഗിയറിലൊരു 30-ലൊക്കെ പോവാം, കുഴപ്പമില്ല. അതിൻ്റെ താഴോട്ട് പോയാൽ ചെറുതായിട്ടൊരു സ്റ്റോക്കിങ് വരുന്നു. ബട്ട് നമുക്ക് ആ ഒരു സ്ട്രെസ് ഫീലൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, 4th ഗിയറിലൊരു 30-ലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് കയറി വരണം എന്നുണ്ടെങ്കിൽ ഒന്ന് ത്രോട്ടിൽ കൊടുത്താൽ മതി. ഒരു സ്ട്രെസ്സും ഇല്ലാതെ, എന്താ പറയുക, ഒരു പവർ ലോസും ഫീൽ ചെയ്യാതെ വണ്ടി അങ്ങ് കയറിക്കോളും. ആ ഒരു ജേർക്കിങ് ഇല്ലാതെ വണ്ടി കയറിക്കോളും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹാൻഡിൽ പൊസിഷനൊക്കെ വളരെ കംഫർട്ടായിട്ടുള്ള രീതിയിലാണ്. നമുക്ക് എന്താ പറയുക, കുറച്ച് നമ്മളെടുത്തേക്കാണ്, നമ്മളധികം ലീൻ ചെയ്തിരിക്കൊന്നും വേണ്ട. കൈയൊക്കെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഫുഡ് പാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണത്. നമ്മുടെ 250 V-Stromനെ പോലെ ഒരു ഇച്ചിരി സ്പോർട്ടി പോലെ ഒന്നല്ല ഇരിക്കുന്നത്, പക്ക സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കാലിന് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ പോലും ഉണ്ടാവില്ല, അത്രയ്ക്ക് കംഫർട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഹീറ്റ് മാത്രം ഉണ്ട്, നല്ലപോലെ ഉണ്ട് ഹീറ്റ്. അത് നമുക്ക് എന്താ പറയുക, ലോങ് റൈഡ്സ് ഒന്നും പോകുമ്പോൾ അത്ര അറിയില്ല. വിൻ പ്രൊട്ടക്ഷൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു 100 110 110 വരെ ഉണ്ടാവും. 100 110 വരെ വിൻ പ്രൊട്ടക്ഷൻ ഉണ്ടാവും എന്തായാലും. വിൻഷീൽഡ് നല്ല യൂസ്ഫുള്ളാണ്, വലിയ സീനൊന്നുമില്ല. ഞാൻ 3ാമത്തെ ഗിയറിൽ 60-ലാണ് പോണത്. അപ്പോൾ ഇനിയും പോവും, ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട്. എന്നാലും വളരെ കംഫർട്ടായിട്ട്, എന്താ പറയുക, ഒരു സ്ട്രെസ്സും ഇല്ലാതാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻജിൻ്റെ ഭാഗത്തുനിന്ന് 0 വൈബ്രേഷൻസ്, 0 ബസ് ഫീൽ, പൊളിയാണ്, ഒരു രക്ഷയില്ല. V-Strom 650, എൻ്റെ പൊന്നോ. ബാക്കത്തെ ടയർ റാലി ടയേഴ്സാണ് കിടക്കുന്നത്, എന്നിട്ടും റോഡിൽ നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്, നൈസാണ്. എൻ്റെ പൊന്നോ, വലിച്ചങ്ങ് കൊണ്ടുപോവാണ്. ഞാനൊരു ത്രോട്ടിൽ കൊടുത്ത സമയത്ത് ഞാൻ ബാക്ക് സീറ്റിലും എൻ്റെ കൈ മുമ്പിലും, അമ്മാതിരി പവർ വണ്ടിക്ക്. പിന്നെ ഒരു V12 എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എഗ്രഷൻ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സൗണ്ട്, മാൻ, നാട്ടുകാരൊക്കെ നോക്കി 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 എനിക്ക് കണ്ണ് കൊടുക്കുമെന്നാണ് എൻ്റെ ഒരു പേടി. അതുപോലത്തെ അട്രാക്ഷൻ. പിന്നെ ഇതുപോലത്തെ റോഡിലൊക്കെ, ഈ വലിയ വലിയ ഹ്യൂജ് റോഡ്സിലൊക്കെ ഇങ്ങനത്തെ ബൈക്സ് ഓടിക്കുമ്പം എന്താ പറയുക, വണ്ടി ഒന്ന് എടുത്ത് നിൽക്കും. അതൊരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് വണ്ടിക്ക്. സോ റൈഡിങ് കംഫർട്ട്സ് എനിക്ക് ഇത്രയും നേരം ഓടിച്ചിട്ട് എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല, ഒരു ഭാഗത്ത് ഒരു സ്ട്രെസ്സും തോന്നിയിട്ടില്ല. സീറ്റ് ഒരു പൊടിക്ക് ഹാർഡായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒരു കുഷൻ കൂട്ടായിരുന്നു. ബട്ട് എന്താ പറയുക, അത്ര പ്രശ്നമൊന്നുമില്ല. നമ്മളെ KTM സീരീസിൻ്റെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. വണ്ടിയുടെ പേർപ്പസ് എന്താണോ ഇത് കാണിക്കുന്നുണ്ട്. ഞാൻ ഓഫ് റോഡ്സ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ, കാരണം പ്രോപ്പർ ഓഫ് റോഡ്സ് ഒന്നും എടുക്കുന്നില്ല. വണ്ടി ഒന്നും പറഞ്ഞാൽ എന്നെക്കൊണ്ട് പൊക്കാനുള്ള ശേഷിയൊന്നുമില്ല. വണ്ടി വീഴ്ത്താനും എനിക്ക് താല്പര്യമില്ല, അത് വേറെ കാര്യം.
അടിപൊളിയായിട്ട് സാഡിലൊക്കെ ചെയ്ത് പോകട്ടോ. ബട്ട് ഹാൻഡിൽ ബാർ ഒരു പൊടിക്ക് കൂടെ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇച്ചിരി കൂടെ കോൺഫിഡൻസ് കിട്ടിയാനേ എന്ന് എനിക്കൊരു തോന്നലുണ്ട് കേട്ടോ. എനിക്ക് ആക്ച്വലി ഈ വണ്ടി ഓടിച്ചിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഈ വണ്ടി എന്നെ അങ്ങ് ഇരുത്തുകയാണ് അതിൻ്റെ അകത്ത്. എൻ്റെ മനസ്സങ്ങ് എന്താ പറയുക, എൻ്റെ മൈൻഡ് അങ്ങ് കംപ്ലീറ്റ്ലി ബ്ലാങ്കാണ് ഞാനത് ഓടിക്കുമ്പം. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ എനിക്ക് വായിൽ വരുന്നില്ല. ലൈക്ക് ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല കേട്ടോ. ഞാൻ ഈ വണ്ടി പെട്ടെന്ന് ചോദിച്ചു, പെട്ടെന്ന് കിട്ടി. ജസ്റ്റ് ആ സ്പെക്സൊക്കെ ഒന്ന് എഴുതിയിട്ടു, അതൊക്കെ തന്നെയാണ് സംഭവം. അപ്പം എന്താ ഒരു ഇഞ്ചാണ് പോയത്. അപ്പം ഒന്നും പ്രീ പ്ലാൻഡ് അല്ല. സ്പെക്സൊക്കെ ഞാൻ ആദ്യം ആക്ച്വലി നോട്ട് പാഡിൽ എഴുതിയിടും, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി. സ്പെക്സ് നമ്മൾ കാണാപ്പാടം പഠിച്ച് പറയുന്നതിലും നമുക്ക് നോക്കി പറയുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ഓടിച്ചുകൊണ്ട് പറയുന്ന സംഭവം എനിക്ക് മനസ്സ് തോന്നുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ലൈക്ക് ഇപ്പം ലിറ്ററലി എനിക്ക് ഐ ആം കംപ്ലീറ്റ്ലി ബ്ലാങ്ക് എന്ന് പറയാം, കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. കുറച്ചുകൂടെ മുമ്പോട്ടൊന്ന് കയറിയിരിക്കുമ്പോൾ ആ ഒരു എഗ്രഷൻ ഫീൽ നമുക്ക് കിട്ടും. ബാക്കിലോട്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ടായിട്ട് ടൂറിംഗ് ആയിട്ട് ഇങ്ങനെ ടൂറിംഗ് മൂഡാണ് ബാക്കോട്ടിരിക്കുമ്പോൾ. നമുക്കൊരു എന്താ പറയുക, നമ്മളെ നിതമ്പൊക്കെ നല്ലപോലെ ഗ്രാബ് ചെയ്തിരിക്കുന്നുണ്ട് ആ സീറ്റ്. നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകാം. നമ്മൾ എന്താ പറയുക, ഈ വണ്ടി എടുത്ത് സിറ്റിയിലൂടെ ഓടിക്കാൻ താല്പര്യമുള്ളവർ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഓടിക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ എന്താ പറയുക ഇന്ധനം കത്തം ആവുന്നതാണ് എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. നല്ലപോലെ പൊളിച്ചോടിക്കുമ്പോൾ എനിക്ക് റേഞ്ച് 75 കിലോമീറ്ററാണ് കാണിക്കുന്നത്, 80 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഇപ്പോൾ റേഞ്ച്. അതായത് ഹാഫ് ടാങ്കിലാണ് കേട്ടോ അപ്പോൾ ഫ്യൂവലുള്ളത്. ഞാനിപ്പോൾ കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പം എൻ്റെ കാലിൻ്റെ 2 സൈഡിനും ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു തണുപ്പ് ഫീലും. കാരണം ആ ഹീറ്റ് കൊണ്ട്, ഞാൻ ആ ഹീറ്റ് എന്നുള്ള കുറ്റം പറയല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരാൾ ഓടിക്കുമ്പം അയാൾക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അനുഭവപ്പെടുന്നത് എന്നൊരു ഫീലിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരു കുറ്റമല്ല, ഒരു എന്താ പറയുക ഇൻഫോർമേഷൻ എന്നൊരു രീതിയിലാണ് നിങ്ങളത് കാണേണ്ടത്. നൈസാണ്. നോർത്തിലൊക്കെ ഈ വണ്ടി പൊളിക്കും, ആ തണുപ്പത്തൊക്കെ ഓടിക്കാൻ സെറ്റായിരിക്കും. നമ്മളെ സൗത്തിലൊക്കെ സീനാണ് ഇച്ചിരി, ഹീറ്റടിച്ച് പണ്ടടങ്ങും. പക്ഷേ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് പോയി വാങ്ങാം. നല്ലൊരു വണ്ടിയാണ്, അടിപൊളിയാണ്. ലുക്സിൻ്റെ കാര്യത്തിൽ നല്ല രസമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണിത്. ആൾക്കാരെയൊക്കെ നിർത്തി തരും കേട്ടോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരു രാജാവിൻ്റെ ഫീലാണ്. ഇപ്പം ഞാൻ ഈ ഗട്ടറുകളിലൂടെയൊക്കെ ഓടിക്കുമ്പം എനിക്ക് സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്യൂവും വരുന്നില്ല. വളരെ കംഫർട്ടായിട്ടാണ് അത് ടാപ്പ് ചെയ്തെടുക്കുന്നത്. ലൈക്ക് ഓരോ പോട്ട് ഹോൾസും വളരെ അടിപൊളിയായിട്ടാണ് എടുക്കുന്നത്. എന്താ പറയുക, എനിക്ക് എൻ്റെ എക്സ്പൾസിൽ പോകുന്ന ആ ഒരു ഫീലാണ്. എക്സ്പൾസ് എന്നൊരു വണ്ടിയുടെ സസ്പെൻഷൻ ട്രാവൽ നിങ്ങൾക്കറിയാലോ, അത്ര നൈസാണ് അതിൻ്റെ സസ്പെൻഷൻ ട്രാവൽ. അപ്പം അതേപോലെ കുറച്ചും കൂടെ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നൈസായിട്ടുണ്ട് വണ്ടി, എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ എന്തൊക്കെയോ ഇതിൻ്റെ അകത്ത് പറയാൻ വിട്ടുപോയ പോലെ എനിക്ക് തോന്നുന്നു, പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല അങ്ങോട്ട്, അതാണ് ഞാൻ നോക്കുന്നത്. എനിവേ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ചെയ്യാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ ആഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ ആഡ് ചെയ്യാം. സോ എനിവേ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. ഗുഡ് ബൈ.